ഹലോ ഗെയ്സ്, ഇന്നാണെങ്കിൽ നമുക്കൊരു കല്യാണമുണ്ട്. അതും പത്തനാപുരത്താണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകട്ടോ. നമ്മളാണെങ്കിൽ കുറേ നേരം കൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കട്ടെ ഒരു ബസ് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ നമുക്കൊരു ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിൽ കയറിയിട്ട് പുനലൂർ ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് അടുത്ത ബസ്സിൽ കയറിയിട്ടാണ് പത്തനാപുരത്ത് ഇറങ്ങണം. അങ്ങനെ ഞങ്ങളത് ഓടിത്തോർത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിവിടെ വന്നിട്ട് വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പോപ്കോൺ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ഓടിത്തോർത്തിനകത്ത് വരും. ഞങ്ങളിവിടെ വന്ന് കുറച്ചായിട്ടൊക്കെ ചിറക്ക വന്നത്. ചിറക്ക വരുമ്പോൾ ഇനി അടുത്ത ബ്രൈഡിൻ്റെ എൻട്രി ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ ചെറുക്കൻ്റെ പെണ്ണിൻ്റെയും കൊടുത്തിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴായിട്ട് ഈ ക്യൂട്ട് ബേബി കണ്ടത്. കാണാണെങ്കിൽ ഭയങ്കര ക്യൂട്ടായിരുന്നു. ഞാൻ ചുമ്മാ വിളിച്ചപ്പോഴും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെയാണെങ്കിൽ ഞങ്ങൾ ഈ ഓഡിറ്റോറിയത്തിൽ വന്നപ്പോൾ തൊട്ട് ഒരു കേക്ക് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി ഇവർ ഈ കേക്ക് കട്ട് ചെയ്യില്ലായിരിക്കും, അവരങ്ങ് പോവുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അവർ ഫോട്ടോഷൂട്ടിൽ പോയ സമയത്ത് ഞങ്ങളാണെങ്കിൽ ആ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കട്ട് ഇത് തിന്നാലെന്നും പറഞ്ഞു. പക്ഷേ അവർ കണ്ടുപിടിച്ച കേസ് അവർ കേക്ക് കട്ട് ചെയ്യുകയും ചെയ്ത് പിച്ചാത്തി ഞങ്ങളുടെ കൊണ്ടൊന്ന് മനസ്സിലാക്കുകയും ചെയ്തു. പിന്നെ പാവയില്ലെന്ന് പറഞ്ഞ് ഞങ്ങളെ കത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്കതിൽ നിന്ന് കേക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും പന്തലുകാരാണെങ്കിലും അവിടെ സ്റ്റേജ് ഡെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ അയച്ചു വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ പോകാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ നേരെ അടുക്കളയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഒരു വണ്ടി ആൾക്കാരായിട്ട് ഞങ്ങൾ നേരെ അടുക്കളയ്ക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ എന്താ പറയുക, ചെറുക്കൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഫുഡ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കിനി വീട്ടിൽ പോകണം. അപ്പം ബാക്കി വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയുള്ള കേസ്.